ഹലോ, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ഫയർ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഫയർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കളിക്കാനായിട്ട് പറ്റും. അതെങ്ങനെ കളിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യം ജസ്റ്റ് ക്രോമിൽ പോവുക. ക്രോമിൽ പോയതിന് ശേഷം നിങ്ങൾ ഗെയിം ലൂപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗെയിം ലൂപ്പ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഗെയിം ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റാക്സിനെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഡിസൈൻ ചെയ്ത കാര്യമാണ് ഈ ഗെയിം ലൂപ്പ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ആ സൈറ്റ് കിട്ടും. ഇപ്പം സോഫ്റ്റോണിക്കിൻ്റെയൊക്കെ സൈറ്റ് ഉണ്ട്, അതിലൊന്നും നിങ്ങൾ കയറി പോകേണ്ട കാര്യമില്ല. ഗെയിം ലൂപ്പിൻ്റെ സൈറ്റിൽ തന്നെ പോവുക. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ് ഗെയിം ലൂപ്പ് എന്നുണ്ടാവും. ഇപ്പോൾ 32 ബിറ്റ് സിസ്റ്റമാണ്, അതായത് പഴയ മോഡൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് 32 ബിറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അറിയഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആദ്യം മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ, ഇത് വിൻഡോസ് 10 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതായിരിക്കും, ഫയൽ എക്സ്പ്ലോറർ ഉള്ളവർക്ക് അതായിരിക്കും. എന്നിട്ട് ദിസ് പി സി എന്നുള്ള ഒരു ഓപ്ഷൻ കാണുമല്ലോ ഇവിടെ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ബിറ്റാണ്, 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ 64 ബിറ്റാണ്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാൻ പോകുന്നത് ഗെയിം ലൂപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നേരെ തന്നെ ഉടനെ തന്നെ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഒരു എന്താണെന്ന് പറയുന്നത്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയലാണ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എസ് ചോദിക്കും, എസ് കൊടുക്കുന്നു. എന്നിട്ട് ഇൻസ്റ്റലേഷൻ ഓപ്ഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പം സി പ്രോഗ്രാമിൽ ഇപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പി സിക്ക് അത് എനിക്കിപ്പോൾ 110 GB ലോക്കൽ ഡിസ്ക് സിയിൻ്റെ അകത്ത്, അതായത് വിൻഡോസ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഫ്രീ ഉണ്ട്. ന്യൂ വോളറ്റ് ഡിക്കകത്ത് 289 ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ ഉള്ളത് ഡി ആണ്. പക്ഷേ ഞാൻ സിയിലാണ് സെലക്ട് ചെയ്യുന്നത്, കാരണം SSD ആണ് എൻ്റെ സി ആയിട്ടുള്ളത്. അപ്പം അതിൽ നേരെ സ്പീഡിന് കാര്യങ്ങൾ നടക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പം നിങ്ങൾ നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം. പിന്നെ ഇത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റേത് ഒരു വൈഫൈ ആണ്, അതുകൊണ്ട് ഇത്തിരി പെട്ടെന്നാവും. ഡാറ്റയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ക്രീനിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ നടക്കുവാണ്, ഇൻസ്റ്റാളിങ് ഗെയിം ലൂപ്പ്. അപ്പം ഇൻസ്റ്റാൾ ആവാനും സമയമെടുക്കും. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മുടെ ഗെയിം ലൂപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗെയിം ലൂപ്പിൻ്റെ നമ്മുടെ ഐക്കൺ ഡെസ്ക്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്ന് തന്നെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം ലൂപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അത് സൈൻ ഇന്നോ ലോഗിൻ ചെയ്യേണ്ട ഒന്നും കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കളിക്കാം. ഇതിൻ്റെ അത് നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പബ്ജി മൊബൈൽ, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ, ഫ്രീ ഫയർ, എക്സ്ട്രീം, റോബ്ലോക്സ്, ഗെൻഷിൻ ഇമ്പാക്റ്റ്, കാറക് സ്ട്രീറ്റ്, അങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസ് അല്ലാതെ തന്നെ നമുക്ക് വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, അതൊക്കെ എന്തോ വാട്ടെവർ ഇറ്റ് ഈസ്, അതൊക്കെ എന്തോ ആയാലും നമ്മുടെ വിഷയം ഫ്രീ ഫയറാണ്. ഞാൻ ഫ്രീ ഫയർ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് സെർച്ച് ബട്ടണിൽ പോയിട്ട് ഇപ്പം ഫ്രീ ഫയർ മാക്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയർ ഒന്ന് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഫ്രീ ഫയർ മാക്സ് കിട്ടിയാലോ. ഇപ്പോൾ മാക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തോന്നുന്നു. ഇത് നോക്കട്ടെ, സാധാ ഫ്രീ ഫയർ ആണോ മാക്സ് ആണോ? ഓ, ഇത് ഹിന്ദി ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ കൊടുത്ത് നോക്കാം ഇൻസ്റ്റാൾ ആവോ ഇല്ലേ എന്നുള്ളതേ. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ടായെന്നാണ് കാണിക്കുന്നത്, ഇൻ പ്രിപ്പറേഷൻ. ഓക്കെ, 1.9 GB ആണ് വരുന്നത്, റിമൈനിങ്. ഓക്കെ, ഇനി 10 MB/s വെച്ചിട്ട് കയറുന്നുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പം നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് പോലെ വെരിഫൈയിങ് സ്റ്റക്കായോ? ഓക്കെ, ഇൻസ്റ്റാളിങ് എൻജിൻ. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഈ ഒരു ഇൻസ്റ്റാളിങ് എൻജിൻ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂ സ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സപ്പോർട്ടിങ് ഫയൽസ് ഇതിനായിട്ട് വേണ്ട വരും. അതായത്
നമ്മുടെ ഗെയിം ലൂപ്പിനും കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് നിങ്ങൾ തീരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ്റർനെറ്റ് കണക്ഷൻ മാക്സിമം കട്ടാവാതെ നോക്കുക. നിങ്ങൾ എന്താ പറയുക, വൈഫൈ ഉള്ളവർക്ക് വലിയ കുഴപ്പമില്ല. മറ്റവർക്ക് ഏതാണ്ട് എന്താ പറയുക, നിങ്ങളുടെ ഡെയിലി ഡാറ്റ മതി. നിങ്ങൾക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഡാറ്റയും വേണം. ഇപ്പോൾ 2 GB പെർ ഡേ ഉള്ളവർക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ 1.10 എന്ന് കൂട്ടിയാൽ മതി. അതായത് 1.10, അതായത് ഒരു 1100 MB വേണം ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി 900 ഉണ്ട്. 900-ൻ്റെ അകത്ത് ഈ ഗെയിം ലൂപ്പ് നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അന്നത്തെ ഡേറ്റ നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തീരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്താ പറയുക, ഫ്രീ ഫയർ ഞാൻ കളിക്കില്ല, അപ്പം ഞാൻ കാണിച്ചു തരാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ ഉണ്ടാവും. അതായത് നിങ്ങൾ ഫ്രീ ഫയർ എന്ന് ഈ ഗെയിം ലൂപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ സെക്ഷനിൽ ഇപ്പം നിങ്ങളുടെ തൊട്ട് താഴെ തന്നെ ഫ്രീ ഫയർ എന്നുണ്ടാവും. അതിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക്, സാധാ ഗെയിം ഓപ്പൺ ചെയ്യും പോലെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള അക്കൗണ്ട്, ഇപ്പോൾ മൊബൈലിൽ കളിക്കുന്ന അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ കാണിക്കുക. അത് ലോഗിൻ ചെയ്യുക, ഗെയിം കളിച്ച് തുടങ്ങുക. ഓക്കെ, അല്ലാന്നുള്ള ചിലപ്പം ചിലവർക്ക് എവിടെ കാണിക്കില്ല, അല്ലാത്തവരെന്ത് ചെയ്യുക, വീണ്ടും ഗെയിം ലൂപ്പ് ഓപ്പൺ ചെയ്യുക, നേരെ ഫ്രീ ഫയർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലോട്ട് പോകുമ്പോൾ തന്നെ പ്ലേ എന്നുള്ളൊരു ബട്ടൺ ആയിരിക്കും. ഇൻസ്റ്റാൾ ചോദിക്കില്ല, പ്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക, നിങ്ങളുടെ ID അടിക്കുക, നേരെ ഗെയിം കളിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് VPN കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫ്രീ ഫയർ ചിലപ്പോൾ വർക്കായില്ല എന്നുള്ളവർക്ക് ഫ്രീ ഫയർ മാക്സ് എടുക്കാം. ഫ്രീ ഫയർ മാക്സ് ഇന്ത്യയിൽ ബാനാക്കിയിട്ടില്ല. ഓക്കെ, അപ്പം ഒന്നും കൂടെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഉപയോഗപ്രദമായിട്ടുള്ള ഇതേപോലത്തെ ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആയിരിക്കും ഇതിലോട്ട് മാക്സിമം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിലോട്ട് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.